ഹലോ കൂട്ടുകാരെ, ഡെയിലി ബ്ലോഗ് 7ലേക്ക് സ്വാഗതം. നമ്മൾ അങ്ങനെ ഇന്ന് എണീറ്റിട്ടുണ്ട്. രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ്. ഇന്ന് രാവിലെ പള്ളിയിൽ പോകേണ്ട. വൈകുന്നേരം കുരിശടി തിരുനാളായതുകൊണ്ട് കുരിശടി തിരുനാളിന് പോയതിന് ശേഷം അവിടെ പോകണം. അതുകൊണ്ട് നമ്മൾ വെളിയിലിറങ്ങിയപ്പോൾ ഇന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ള കാലാവസ്ഥയൊക്കെ കണ്ട് വെള്ളമൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ കാപ്പി കുടിക്കാൻ. കാപ്പി മരിച്ചിനി ഇറച്ചിയാണ്. കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ് നമ്മൾ. കാപ്പി കുടിച്ച് തിന്നിട്ട് കുളിച്ച് റെഡിയായി 11 മണിയാകുമ്പോൾ നമുക്ക് അടുത്ത് കുരിശടി പോകണം. കുരിശടി പോയി അവിടെ നിന്ന് നമുക്ക് ജോമാല ചൊല്ലണം. നമ്മളെ BCC ആണ് അവിടെ നിന്ന് ജോമാല ചൊല്ലാനുള്ളത്. അങ്ങനെ നമുക്ക് BCC ജോമാല ചൊല്ലണം. നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും അമ്മയും അനിയത്തിയായിട്ടാണ് പോകണം. നമ്മളെ വഴിയെ റോഡിലോട്ട് കയറിയാണ്. റോഡിൽ കയറിയിട്ട് നേരെ ഇനി അങ്ങ് പോകണം. നമ്മൾ പോകാനുള്ള തിരക്കിലാണ്. നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ കുരിശടി ഇരിക്കുന്ന ഇതാണ് കുരിക്കഴിക്കുന്ന മാതാവിൻ്റെ കുരിശടി. ഞാൻ കാണിച്ചിട്ട് അടുത്ത് പോയി. നമ്മളങ്ങനെ ജോമാല ചൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മളവിടെ BCCയിലുള്ള ആൾക്കാരെല്ലാം ജോമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ BCCയിലുള്ള 2-3 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. അതേ നമ്മൾ BCCയിലുള്ളവരും വരും. അതേ നമ്മൾ ജോമാല ചൊല്ലണം. കുരിശടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 12 മണിയായി. പിന്നെ അമ്മാമ്മയും ഞാനുമായിട്ട് അമ്മാമ്മേരെ വീട്ടിലാണ് പോകണത്. അമ്മാമ്മയും ഞാനായിട്ട് നടന്നു പോയി. പിന്നെ അമ്മാമ്മേരെ വീട്ടിലെത്തിയപ്പോൾ നേരെ ഓണാക്കി TV. ഞാൻ കയറിയപ്പോൾ നേരെ ഫസ്റ്റ് ഒന്ന് ഓണാക്കിയത് നേരെ TV. പിന്നെ അമ്മാമ്മ അടുത്ത് ചോറ് തിന്നപ്പോഴേക്കും അമ്മ ഇതായിരിക്കണം, അമ്മ. നമ്മളെല്ലാവരും കൂടി ചോറ് കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി. നേരെ വീട്ടിലോട്ടാണ് ഇപ്പോൾ പോണത്. വീട്ടിൽ പോയിട്ട് വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇനി അടുത്തും പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയിട്ട് നേരെ കുരിശടി പോകണം. നമ്മളങ്ങനെ പള്ളിയിൽ പോയി ഒരുങ്ങിയിട്ടുണ്ട്. നേരെ ഇനി പള്ളിയിൽ പോകണം. നേരെ പള്ളിയിൽ പോയിട്ട് ഇനി കുരിശടി വരെ പോകണം. അങ്ങനെ നമ്മൾ കുരിശടിയിലെത്തിയിട്ടുണ്ട്. കുരിശടി ഇപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പോൾ തുടങ്ങണതിലേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് പേരേ ഉള്ളൂ. തുടങ്ങിയപ്പോഴേക്കും നിറച്ച് പേരായി. അവിടെ ഫുൾ ആൾക്കാരാണ്. അങ്ങനെ കുർബാന അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അമ്മയാണ് വീഡിയോ എടുക്കണത്. ഞാൻ ഇവിടെ ഇല്ല. അമ്മേരയിലാണ് ഫോൺ ഇടുന്നത്. ഞാൻ പറഞ്ഞിരുന്ന വീഡിയോ എടുക്കുക. കുർബാനയൊക്കെ കഴിയാറായി. അങ്ങനെ കുർബാന ചെയ്യുന്നിട്ടുണ്ട്. വർഷത്തൊരിക്കൽ മാത്രമേ ഇതേപോലെ കുരിശടിയിൽ വെച്ച് വീഡിയോ എടുക്കൂ. ആളില്ലാത്ത ഇതാണ് നമ്മൾ കുരിക്കഴിക്കണ മാതാവ്. നമ്മളിവിടെ വന്നപ്പോൾ കഴിക്കാനുള്ളടത്ത് ഫുള്ള് ഭയങ്കര തിരക്ക്. ഇവിടെ ഭയങ്കര തിരക്ക്. നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ കൂടി കയറി നമ്മൾ ഇഡ്ഡലി സാമ്പാറും വാങ്ങാൻ വേണ്ടി നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി സാമ്പാറും മാച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോഴാണ് ഇവിടെ ചിലമാരൊക്കെ ആയും കാണിച്ച് ഡണ്ണൊക്കെ കാണിച്ചുകൊണ്ട് പോകണം. നമ്മളെല്ലാവരെയും അത് കഴിഞ്ഞ് നമ്മളിരുന്ന് കഴിക്കാൻ തുടങ്ങി. കഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ചു കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോണ വഴിയാണ്. എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇന്നത്തെ വചനം സങ്കീർത്തനം 103:5 നിന്റെ യൗവനം കഴുകൻ്റെതുപോലെ നവീകരിക്കാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. ഇതാണ് നമുക്ക് ഇന്നത്തെ കിട്ടിയ വചനം. അപ്പം ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ. ഇനി നാളെ കാണാം. ടാറ്റാ.